ഹലോ, ഇന്ന് നമുക്കൊരു പാവയ്ക്ക കൊണ്ടാട്ടം തയ്യാറാക്കിയാലോ. വളരെ എളുപ്പം, കൂടുതൽ കാലം കേടുകൂടാതെ തണുത്തു പോകാതെ സൂക്ഷിച്ചെടുക്കാവുന്ന രൂപത്തിലാണ് ഞാനിന്ന് പാവയ്ക്ക കൊണ്ടാട്ടം ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ കടയിൽ പോയപ്പോൾ കുറച്ച് പാവയ്ക്ക എനിക്ക് കിട്ടി. നല്ല പാവയ്ക്കയെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒരു 2 കിലോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പാവയ്ക്ക. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്ന് ഉപ്പും മഞ്ഞളും ചേർത്ത് ഒരു അരമണിക്കൂർ നേരം ഞാൻ വെള്ളത്തിലിട്ട് കഴുകിയെടുത്തതാണിത്. ഇനി നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ കുരു ഒന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്കിത് വട്ടത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് കീടനാശിനികളൊക്കെ അടിച്ചിട്ടായിരിക്കും ഇത് അവിടെ കൊണ്ടുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മഞ്ഞളും ഉപ്പും ചേർത്ത് ഒരു അരമണിക്കൂർ നേരം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. എന്നിട്ടേ ഇതുപോലെ തയ്യാറാക്കാനായിട്ട് എടുക്കാവുള്ളൂ. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒന്നാണല്ലോ കൊണ്ടാട്ടം, പ്രത്യേകിച്ച് പാവയ്ക്ക പോലുള്ള ഐറ്റംസ്, പാവയ്ക്ക, കോവയ്ക്ക അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഞാനിതുപോലെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കുരുവൊന്നും ഞാൻ കളയുന്നില്ല കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാം. പാവയ്ക്ക നീളത്തിലായാലും വട്ടത്തിലായാലും എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ഈ പാവയ്ക്ക നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഈ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയാൽ പലരും പല രൂപത്തിലാണ് തയ്യാറാക്കുന്നത്. പക്ഷേ ഇതുപോലെ നമുക്കൊന്ന് തയ്യാറാക്കിയെടുത്താൽ എത്ര കാലം വേണേലും നമുക്ക് ഇതുപോലെ തണുക്കാതെ നമുക്ക് സൂക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഈ പാവയ്ക്കൊന്ന് മുഴുവനായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ പാവയ്ക്കയെല്ലാം നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം ഇതുപോലെ കട്ടിയുള്ളതാണെങ്കിലും എങ്ങനെയായാലും കുഴപ്പമില്ല. നൈസായിട്ടോ തീരെ നൈസായിട്ട് നിങ്ങൾ അരിയരുത്. കാരണം തീരെ നൈസായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വറക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ, നീളത്തിലോ വട്ടത്തിലോ ഒക്കെ. ഞാനിവിടെ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് കുറച്ചുകൂടി മഞ്ഞളും ഉപ്പും ചേർത്തൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ആവി കയറ്റാം. ഇതിലേക്ക് നമ്മൾ പച്ചമുളകും കൂടി കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലർ തേങ്ങ പിന്നെ തീരെ ചെറുതായിട്ട് അരിഞ്ഞതും നമ്മൾ ഓരോ പീസാക്കി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഞാനിവിടെ തേങ്ങ ചേർക്കുന്നില്ല. ഇതേപോലെയാണ് ഞാൻ തയ്യാറാക്കുന്നത്. കുറച്ച് മുളകും ഉപ്പും മഞ്ഞളും കൂടി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പച്ചെമ്പിൽ വെച്ചൊന്ന് 5 മിനിറ്റ് നേരം ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാനിവിടെ 5 മിനിറ്റ് നേരം നമ്മൾ ആവി കയറ്റി ഇട്ടുണ്ട്. ഇത് വേവേണ്ട ആവശ്യമില്ല കേട്ടോ. വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും. നമ്മൾ വെയിലത്തൊക്കെ ഇടുമ്പോൾ ഇളക്കുമ്പോൾ അത് കുഴഞ്ഞ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അധികം വേവിക്കരുതെന്ന് പറയുന്നത്. പകുതി പോലും നമ്മൾ വേവിക്കേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മാത്രം മതി. ഇനി നമുക്കിതൊന്ന് വെയിലത്ത് കൊണ്ടിടാം. അപ്പോൾ ഞാനിവിടെ വെയിലത്ത് ഇട്ടിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് കളറ് മഞ്ഞളായതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത ഈ നമ്മുടെ ചുരിദാറിൻ്റെ ഷോളൊക്കെ ഇല്ലേ, ഷോളിലാണ് ഞാനിപ്പോൾ ഇത് ഇട്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് പഴയ ഷോളൊക്കെ ഉണ്ടാവില്ല, അതാകുമ്പോൾ വെയിലത്തിടാനും നമുക്ക് എളുപ്പമാണ്, എടുക്കാനും എളുപ്പമാണ്. മഴയോ അങ്ങനെയോ വല്ലതുമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് 2 സൈഡിലും പിടിച്ചിട്ട് നമുക്ക് എടുത്തുകൊണ്ട് വേഗം വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതുപോലെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ 3 ദിവസം കൊണ്ടാണ് ഞാൻ നമ്മുടെ പാവയ്ക്ക ഉണക്കിയെടുത്തത്. നല്ല വെയിലായതുകൊണ്ട് 3 ദിവസം 2 ദിവസം മതി. കാരണം ഇപ്പോഴത്തെ ഈ വെയിലിന് 2 ദിവസം മതി. പക്ഷേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. കുറേ നാൾ നമുക്ക് ഇരിക്കണമെങ്കിൽ നമ്മളൊരു 2-3 ദിവസമെങ്കിലും നല്ല വെയിലത്തിട്ട് നമ്മളിതുപോലെ ഉണക്കിയെടുത്താൽ മതി. ഇതാ കണ്ടില്ലേ, പൊടിഞ്ഞു പോവും. നമ്മളൊന്ന് ഒടിച്ചു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. ഈ രൂപത്തിൽ വേണം നമ്മൾ ഇത് ഉണക്കിയെടുക്കാനായിട്ട്. ഇതിൻ്റെ കുരു ഒന്നും കളയണ്ട കേട്ടോ. ഇതിൻ്റെ കുരുവൊക്കെ നമുക്ക് വറുത്ത് കഴിയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ മുളകും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ഉപ്പിൻ്റെയും ഒരു പുളിരസം എല്ലാം വരും. നമ്മൾ പുളിയിട്ട് മോരൊക്കെ ഒഴിച്ച് നമ്മൾ കൊണ്ടാട്ടം തയ്യാറാക്കില്ല, അതുപോലെ ആയിരിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഉണങ്ങിയ ഭരണിയിൽ ഒരു കുപ്പികളിലാക്കി നമുക്ക് എത്ര കാലം വേണേലും ഇത് സൂക്ഷിക്കാം. എത്ര കാലം കഴിഞ്ഞാലും ഇതിനൊരു മണമോ അല്ലെങ്കിൽ തണുത്തോ ഒന്നും പോലെ നല്ല ടൈറ്റായിട്ട് നമുക്ക് അടച്ചു വെച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ആ കുരുവൊക്കെ കണ്ടില്ലേ, കുരുവൊക്കെ നല്ല പൊടിഞ്ഞു പോവും. അപ്പോൾ ഇതൊന്നും കളയരുത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമുക്കാണേലും പാവയ്ക്ക ആയതുകൊണ്ട് തന്നെ ഇതുപോലെ പാവയ്ക്കൊക്കെ കിട്ടുമ്പോൾ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിക്കോളുണ്ട്. 2 പാവയ്ക്കാണെങ്കിലും അത് മതി. ഇതുപോലെ തയ്യാറാക്കി നിങ്ങൾ സൂക്ഷിക്കണേ, മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.